നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട 150-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, SCRT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വേണ്ടി കോഴ്സുകൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ഉദ്ദേശം. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? 1931 നവംബർ 12-ാം തീയതി അല്ല ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? KPCC ആണ്. KPCCയുടെ ഫുൾ ഫോം എന്താ? കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. AK ഗോപാലൻ. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. ഈ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? JM സെൻ ഗുപ്തയാണ്. JM സെൻ ഗുപ്ത. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931 ആണ്. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. വർഷം 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ചൗര സംഭവത്തെ തുടർന്ന് വർഷം 1922. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. എങ്ങനെയാണ് ചേരുംപടി ചേർക്കാനുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പൊ ആദ്യം നടന്നത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ്. 2ാമത് ലോങ് മാർച്ച്. 3ാമത് ജപ്പാന്റെ ചൈന ആക്രമണമാണ്. 4ാമത് മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഇങ്ങനെയാണ് കാലഗണന അടിസ്ഥാനത്തിൽ ശരിയായിട്ട് ക്രമീകരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പദ്ധതി തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന A വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി B വിഭാഗം ഉത്തരം കണ്ടെത്തുക. എന്താണിത്? കാൺപൂർ നാനാ സാഹിബ്. 1857 കലാപം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. അങ്ങനെയാണെങ്കിൽ ആരയിൽ നയിച്ചത് ആരാണ്? കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ ബഹദൂർ ഷായാണ്. ബറൌട്ട് പർഗാനയിൽ ആരാണ്? ഷാ മാലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരി നോക്കാം. ലോക വ്യാപാര സംഘടന പ്രവർത്തനം ആരംഭിച്ച ഡേറ്റ് കറക്റ്റ് ആണ്. 1995 ജനുവരി 1 കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട് ആണ്. ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദിരാ കനാൽ സത്ലജ് റിവറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാ? കൊടൈക്കനാലാണ്. കൊടൈക്കനാലാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. നമ്മള് കൊടൈക്കനാൽ പോകുമ്പോൾ പളനിയിലും കൂടെ കയറിയിട്ട് വരാറുണ്ട്. അങ്ങനെ ഓർത്താ പോരെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്?
107 മെഡലുകളാണ് ലഭിച്ചത്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? GDP നിരക്ക് വർദ്ധിച്ചു, ശരിയാണ്. വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, ശരിയാണ്. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഏഷ്യൻ വികസന ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്, ഫിലിപ്പൈൻസ്. അപ്പൊ ഇവിടെ ബെയ്ജിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റ്. ബാക്കി മൂന്നും ശരി. ലോക വ്യാപാര സംഘടന ജനീവ, ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണയ നിധി വാഷിംഗ്ടൺ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫോറസ്റ്റ് റിസർച്ച് PG, അത് ചെയ്യുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓർക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പൊ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു, ശരിയാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു, ശരിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു, ശരി. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്, ശരി. ഈ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാ? കേരള സംസ്ഥാന ലോകായുക്തയാണ്, ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല, ശരിയാണ്. അത് ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശമാണ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല, ശരി. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇത് മൂന്നും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും അപ്പോ ശരിയാണ്. കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏത്? പെടാത്ത പദ്ധതിയാണ് നവകേരള സദസ്. ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ ഇവയൊക്കെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഇവിടെ ഒരു പ്രസ്താവന തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ പറ്റില്ല. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ നേരിട്ട് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ സാധ്യമല്ല. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇവിടെ തെറ്റിപ്പോയത് 3ാമത്തെ പ്രസ്താവനയാണ്. ബാക്കി 2ഉം ശരി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? കർത്തവ്യപഥ് എന്നതാണ്, കർത്തവ്യപഥ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം നോക്കാം, 26. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി, നിരാമയ. അടുത്ത ചോദ്യം നോക്കാം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 3ാമത്തെ പ്രസ്താവന തെറ്റാണ്, ബാക്കിയെല്ലാം ശരി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. അടുത്ത ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഡേറ്റ് വർഷം മാറിപ്പോയി കേട്ടോ, 2023 എന്നാണ് വരാനുള്ളത്, 2013 എന്നായിപ്പോയി. ഉത്തരം ആദ്യത്തെ L1 ആയിരുന്നു. സൂര്യന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് 2023 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് എന്നായിരുന്നു ചോദ്യം വരേണ്ടത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു.
1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. എല്ലാം ശരിയാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേശകൻ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമോണല്ല ടൈഫി ആണ്. സാൽമോണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, CFC, N2O, CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ഇവിടെ സത്യനാരായണൻ ബെളേരിയാണ് ഉത്തരം. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? അലുമിനിയത്തിലാണ്. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്ത ചോദ്യം, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്ന്? ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേരാണ് ഐസോബാറുകൾ. ഐസോബാർ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? നൈട്രജൻ ആണ്. നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം NH3 ആണ്. NH3. ലൂയിസ് ബേസ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏത്? ഇൽമനൈറ്റ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം എന്നത്. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7 പേരാണ് വാട്ടർ പോളോ ടീമിൽ ഓരോ ടീമിലും പങ്കെടുക്കുന്നത്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. അടുത്തത്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക ക്രാന്തി 2022 സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആര്? V. ഷിനിലാൽ ആണ്. V. ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. റോജിൻ തോമസ്. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡിങ് ഐ ഡാഷ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3. അങ്ങനെ നോക്കുമ്പോൾ കുഡ് ഹാവ് V3 എന്ന ഓപ്ഷൻ എ. കുഡ് ഹാവ് മെറ്റ് ഹിം ആണ് ഉത്തരം. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. കൊളീഗ് എന്നതിന്റെ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? COLLEAGUE എന്നതാണ് കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്യേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെദർ. കോൾഡ് ഓഫ് ആണ്. കോൾഡ് ഓഫ്. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. ഗോസ് ആണ്. ഗോസ്. ഹി എന്നത് സിംഗുലാർ ആയതുകൊണ്ട് ഗോസ് വന്നു. അതുപോലെ തന്നെ യൂഷ്വലി സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിംഗ് ദ കറക്റ്റ് വെർബ്. The cutlery I bought yesterday dash quite expensive. വാസ് ആണ് ഇവിടെ വരേണ്ടിയിരുന്നത്. യെസ്റ്റർഡേ വരുമ്പോഴത്തേക്കും സിമ്പിൾ പാസ്റ്റ് ആണ്, പക്ഷെ PSC കൊടുത്തത് ഈസ് ആണ്. Which among the following is an adjective? ഇവിടെ mundane എന്നതാണ് adjective. അടുത്ത പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. Someone has asked John to make a speech at the meeting. അപ്പോൾ ഇവിടെ ഹാസ് ആസ്ഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 വേണം ചേർക്കാൻ.
ഓക്കെ. അപ്പൊ പാസീവ് വോയിസ് ആകുമ്പോഴത്തേക്കും ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകുക. ഇവിടെ ഒബ്ജക്റ്റ് ജോൺ ആണ്. ജോൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ബീൻ വരുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം. ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് ഹിസ് സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സംവൺ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വെയർ ഫാൾസ്ലി. പെർജ്യൂർ ആണ്, പെർജ്യൂർ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ഷാൽ വി ആണ്, ഷാൽ വി. വിച്ച് among the following is a synonym of the word pensive? പെൻസീവിന്റെ മീനിങ് എന്താണ്? കോണ്ടംപ്ലേറ്റീവ് എന്നതാണ് മീനിങ്. ശരിയായ രൂപം ഏത്? കൈയെഴുത്ത് എന്നതാണ് ശരിയായ രൂപം. നെന്മണി എന്ന പദം പിരിച്ചെഴുതിയാൽ നെൽ അധികം മണിയാണ് നെന്മണി, നെൽ അധികം മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാ? വൈയാകരണനാണ്, വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ചിലർ എന്നത് അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിച്ചാൽ പല്ലവത്തിന്റെ പുടം എന്നതാണ്, പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്, മഞ്ഞിന്റെ സമാന പദം പ്രാലേയം, പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം മാനാണ്, ഏണം മാൻ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ശരിയായ വാക്യം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി എന്നതാണ് ശരിയായ വാക്യം. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? കുപ്രസിദ്ധമാണ്. സുപ്രസിദ്ധം ഓപ്പോസിറ്റ് കുപ്രസിദ്ധം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ആദ്യം നടന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്. രണ്ടാമത് നടന്നത് നിവർത്തന പ്രക്ഷോഭം. അടുത്തത് കയ്യൂർ സമരം. അവസാനം നടന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. പൂക്കോട്ടൂർ യുദ്ധം, നിവർത്തന പ്രക്ഷോഭം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നതാണ്. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കുലാക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ബാസ്റ്റീൽ ജയിലിന്റെ പതനം, അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടവയാണ്. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേതാ? ഫിൻലൻഡ് ആണ്, ഫിൻലൻഡ്. ഇന്ത്യയിൽ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏത്? കഡസ്ട്രൽ ഭൂപടമാണ്, കഡസ്ട്രൽ ഭൂപടം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാ? നീലഗിരിയാണ്, നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? നൈട്രജൻ ആണ്, നൈട്രജൻ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആൾ ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്, ആൽഫ്രഡ് വെഗ്നർ. ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏത്? ന്യൂസിലൻഡ് ആണ്. മെക്സിക്കോ, ഇന്ത്യ, മാലി എന്നിവയിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെയാണ്, ഏപ്രിൽ മുതൽ മെയ് വരെ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? പന്ന ഖനികൾ വജ്രത്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം. സബർമതി സൊറോണ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാ? കാസർഗോഡ് ജില്ലയിലാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്, 38. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? മുകുന്ദ രാംറാവു ജയകർ ആണ് ഇപ്രകാരം വിശേഷിപ്പിച്ചത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം നടന്നതോ? 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡിന്റെ രൂപീകരണം 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ് മാസമാണ് നടന്നത്.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ശരി. ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ഇവിടെ ഈ പരീക്ഷ നടക്കുമ്പോൾ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. അപ്പോ നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 300A ആണ്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 368 വകുപ്പ്. അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 248 വകുപ്പ്. ഏകീകൃത സിവിൽ കോഡ് ആണെങ്കിൽ 44 വകുപ്പാണ്. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവ കണ്ടെത്തുക. ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് വിവാഹമോചനം, വനം, കുടുംബാസൂത്രണം എന്നിവ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഭരണഘടന 71 ഭേദഗതിയാണോ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടത്? 73 ഭേദഗതിയാണ്. അപ്പൊ അതിവിടെ തെറ്റിപ്പോയി. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതില് ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, അടുത്തത് ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി. ഇങ്ങനെയാണ് കാലക്രമത്തിൽ ക്രമപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ TN ശേഷൻ അന്തരിച്ചത് എന്ന് 2019 നവംബർ 10 TN ശേഷൻ അന്തരിച്ചത്. താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് C അച്യുതമേനോനാണ്. TM ജേക്കബ്, നാലകത്ത് സൂപ്പി, ശിവൻകുട്ടി, PJ ജോസഫ് എല്ലാവരും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ആയിട്ടുണ്ട്. വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? മംഗല്യം പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ C ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ എന്തുകൊണ്ട് തെറ്റിപ്പോയി? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ഫോം ചെയ്തത് 1957 ഇവിടെ 60 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, തെറ്റ്. ബാക്കിയെല്ലാം ശരി. 1978 കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2019 ഒക്ടോബർ മാസം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുള്ള ഏരിയാസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ ഏരിയാസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, ഗ്രീൻ റെവല്യൂഷൻ മുതലായ ടോപ്പിക്സ്, വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ്, ഈ ടോപ്പിക്സ് ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച എല്ലാ പരീക്ഷയ്ക്കും റിവിഷൻ അടിച്ചിട്ട് പോവുക. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.